ജന്തർ മന്ദർ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ പാർലമെന്റിന് അടുത്തേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ ബാരിക്കേഡ് പ്രവർത്തകർ മറികടന്ന് രണ്ടാമത്തെ ബാരിക്കേഡ് മറികടന്ന് പാർലമെന്റിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തുന്ന സമയത്തായിരുന്നു പോലീസിന് നേരെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള കല്ലേറും ചെരുപ്പേറും ഒക്കെ ഉണ്ടായത്. മുതിർന്ന നേതാക്കളടക്കം എത്തിയപ്പോൾ പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ലാത്തി വീശുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമാണ്. ഇവിടെ പ്രവർത്തകർക്കടക്കം വലിയ രീതിയിൽ തന്നെ മുറിവ് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നമുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. തുടർച്ചയായ കണ്ണീർവാതകങ്ങൾ പ്രയോഗിച്ചിരുന്നു. സുരക്ഷാ വലയം ഭേദിച്ചാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ ഈ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. ധാരാളം പ്രവർത്തകരാണ് ഈ വർഷങ്ങളിൽ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവരെല്ലാം ഒന്നാകെ പറയുകയാണ് ഇത്തരത്തിലേക്ക് ഇവിടെ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ഒറ്റ ആവശ്യം മാത്രമാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്തത്. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വലിയ ജനരോഷം തന്നെ അണപൊട്ടി ഒഴുകുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ ആംബുലൻസ് അടക്കം ഇവിടേക്ക് എത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇവിടെ ഒരുപാട് പ്രവർത്തകർക്ക് ഇതിനോടകം തന്നെ പോലീസിന്റെ അടികൊണ്ട് വീണിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റുന്നു. തൊട്ടപ്പുറത്ത് ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോഴും അവിടെയും ഇപ്പോൾ സമാനമായ രീതിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആകെ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് പാർലമെന്റ് പരിസരം മാറുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ സുരക്ഷാ വലയമായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന. ആ സുരക്ഷാ വലയം മുഴുവനും ഭേദിച്ചുകൊണ്ടാണ് ബാരിക്കേഡ് മുഴുവൻ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. കണ്ണീർവാതകം അടക്കം പ്രയോഗിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ സുരക്ഷാ വലയം ഭേദിച്ചത്. പക്ഷേ ആ സുരക്ഷാ വലയം മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് ആ ബാരിക്കേഡ് പൂർണ്ണമായും തള്ളിയിട്ടുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ബാരിക്കേഡ് മുന്നിൽ എത്തിയപ്പോഴാണ് സംഘർഷഭരിതമായ അവസ്ഥ. ഇപ്പോഴും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.